ആയിട്ടുള്ള ബെന്നും അതുപോലെ കോഴിമുട്ടയും നമ്മുടെ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സവാള ഇതുപോലെ എടുത്തിട്ട് എനിക്ക് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. നമ്മുടെ അടുത്തുള്ള കോഴിമുട്ട ഫുള്ളായി പൊട്ടിച്ച് വെച്ചതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് കിട്ടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പോലെ പാൻ എടുത്തിട്ട് അതിൽ നമ്മളുടെ ബട്ടറോ എന്താ വെച്ചാൽ നമ്മളുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ കത്തിയിലെടുത്തിട്ടായിരുന്നു ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാതും അതിൽ ആക്കി കൊടുത്തിട്ട് നമുക്കിതുപോലെ എല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കണം, ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം കേട്ടോ. അതുപോലെ അപ്പം ഇതുപോലെ എല്ലാം ഒന്ന് എല്ലാ സൈഡ്സൊക്കെ ഒന്ന് ആക്കിയിട്ട് നമുക്കൊന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ എഗ്ഗ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ എഗ്ഗ് ഇതുപോലെ നമ്മുടെ ഒക്കെ തേച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബെന്ന് ഇതുപോലെ ഉണ്ടായി കട്ട് ചെയ്തെടുത്ത റൈസ് നമുക്കുള്ളിൽ മയോണീസോ സോസോ വെച്ച് ആഡ് ചെയ്തെടുക്കാം. അതിന് സോസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മേലെ നമ്മുടെ എഗ്ഗ് വെച്ച് കൊടുക്കാം കേട്ടോ. എഗ്ഗ് ലെയർ സൈഡ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും സോസ് അപ്ലൈ ചെയ്തിട്ട് നമുക്കിതുപോലെ തന്നെ വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് എല്ലാവർക്കും ബൈ.